സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് BA ആളൂർ അന്തരിച്ചതായി നാമൊക്കെ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ കാണുകയുണ്ടായി. സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയുടെ കമൻറ്റ് ബോക്സ് നിറയെ ആളൂരിനെ കുറിച്ചുള്ള പ്രാക്കും മറ്റുമൊക്കെ ആയിരുന്നു. കാരണം മറ്റൊന്നുമല്ല, പല പ്രമാദമായ കുപ്രസിദ്ധി നേടിയ കേസുകളിലൊക്കെ ഗോവിന്ദച്ചാമി ഉൾപ്പെടെ ഇയാളെ പ്രതിഭാഗമാണ് വാദിച്ചത്. ഇപ്പോൾ അഡ്വക്കേറ്റ് നരിമാൻ സിനിമയിലൂടെയും മറ്റും കുട്ടികൾ പോലും കേട്ടിട്ടുള്ള പ്രസിദ്ധനായൊരു വക്കീലാണ്, സുപ്രീം കോടതി വക്കീലാണ്. അദ്ദേഹത്തെ അറിയാത്തവരില്ല. അദ്ദേഹം തൻ്റെ സൽപ്രവൃത്തിയിലൂടെയാണ് ഈ പേര് സമ്പാദിച്ചത്. പല പ്രമാദമായ കേസുകളിലും വിജയിക്കുകയുണ്ടായി. ഇപ്പോൾ ആളൂർ മോശക്കാരൻ എന്നല്ല ഈ പറഞ്ഞു വരുന്നത്. അദ്ദേഹം കൊടും കുറ്റവാളികൾക്ക് വേണ്ടിയാണ് പലപ്പോഴും വാദിക്കുകയും വക്കാലത്ത് സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതിന് ജനങ്ങളുടെ പ്രാക്കും അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് അതാണ്. വക്കീലൊരു നല്ല തൊഴിലാണ്. നാമൊക്കെ വക്കീലന്മാരെ ബഹുമാനിക്കുന്നു. പഴയതും പുതിയതുമായ സിനിമകളിൽ ഇപ്പോൾ നേരെ എന്ന മോഹൻലാൽ ചിത്രത്തിൽ പോലും നീണ്ട കോടതി രംഗങ്ങൾ അതിശയോക്തി കലർത്തിയായാൽ പോലും സംവിധായകർ ഉൾപ്പെടുത്താറുണ്ട്, പ്രേക്ഷകരുടെ കയ്യടി നേടാറുണ്ട്. പണ്ടൊരു തമിഴ് സിനിമയിലെന്തോ വലിയ ഒരു ലോങ് ടേക്ക്, ഒരു നീണ്ട ടേക്ക് കോടതി രംഗങ്ങൾ, മുഖ്യ നടൻ്റെ ആ പ്രകടനം അതിശയോക്തി കലർന്നതാണെങ്കിലും പ്രേക്ഷകരുടെ ഓഡിയൻസിൻ്റെ കയ്യടി തിയേറ്ററിൽ മുഴങ്ങിയത് ഓർമ്മിക്കുന്നു. സിനിമയും മറ്റും മറന്നുപോയി. ഇപ്പോൾ ആളൂരിനെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. ഇപ്പോൾ ഗോവിന്ദച്ചാമിയെപ്പോലുള്ള ക്രൂരന്മാരുടെ വക്കാലത്ത് സ്വീകരിക്കുകയും അവനെയൊക്കെ രക്ഷപ്പെടുത്തിയ BA ആളൂർ സോഷ്യൽ മീഡിയയിൽ ധാരാളം പേരുടെ പ്രാക്ക് സമ്പാദിച്ചിരിക്കുന്നു. ഏതായാലും അസുഖബാധിതനായി അദ്ദേഹം മരിച്ചു. ഇപ്പോൾ വക്കീൽ പണിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ നിങ്ങൾക്കും എനിക്കും ഒക്കെ അറിയാം. ഇപ്പോൾ വാദി പ്രതി എന്ന് നോക്കാതെ കോടതിയിൽ വാദിച്ച് തന്നെ വക്കാലത്ത് ഏൽപ്പിക്കുന്നവരെ രക്ഷിക്കുകയാണ് ഒരു വക്കീലിൻ്റെ കടമ എന്നറിയാം. അതിൽ ആ ഒരു കടമ നിർവഹിക്കുന്നതിൽ ആളൂർ വിജയിച്ചു എന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അതിൻ്റെ മറ്റ് സൗന്ദര്യശാസ്ത്രമോ അല്ലെങ്കിൽ യുക്തി ശാസ്ത്രമോ മറ്റ് ധാർമ്മികതയോട് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഏതായാലും ഈ വിഷയം സാധാരണക്കാരനെ ചിന്തിപ്പിക്കുന്നു. ആളൂരിനെ അറിയില്ലെങ്കിലും നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ മറ്റും കേട്ടിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വിഷയം മനസ്സിലിങ്ങനെ ചിന്തയ്ക്ക് പ്രേരകമായി. അതാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. കമൻ്റ് ചെയ്യുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.